ചെറിയ കുട്ടികൾ പലപ്പോഴും ചെവിയിൽ മുത്ത്, തെർമോകോൾ പീസ്, മായ്ക്കാൻ ഉപയോഗിക്കുന്ന ഇറേസറിന്റെ കഷ്ണമൊക്കെ ചെവിയിലിടാറുണ്ട്. ഈ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ഡോക്ടർ പെബീത, കോഴിക്കോട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ENT സർജനാണ്. ചെറിയ കുട്ടികൾ പലപ്പോഴും കൗതുകം കൊണ്ടാണ് ചെവിയിൽ പല വസ്തുക്കൾ എടുത്തിടുന്നത്. ചുരുട്ടിയ പേപ്പർ ചിലപ്പോൾ കിട്ടാറുണ്ട്, മുത്ത്, തീപ്പെട്ടിക്കൊള്ളിയുടെ ആറ്റം, ചിലപ്പോഴൊക്കെ കളിപ്പാട്ടങ്ങളുടെ ഇടയിൽ കാണുന്ന കുഞ്ഞു ബട്ടൺ ബാറ്ററി, അതേപോലെ അരിമണി, പയറിൻ്റെ മണി, തെർമോകോൾ പീസ് തുടങ്ങിയവയൊക്കെ ചെവിയുടെ ഉള്ളിൽ നിന്ന് സാധാരണ ഡോക്ടർമാരെടുക്കുന്ന ഫോറിൻ ബോഡികളാണ്. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, എന്തൊക്കെ ചെയ്തുകൂടാ എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചെവിയിൽ എന്തെങ്കിലുമൊക്കെ പെറുക്കിയിടുന്നവർ പലപ്പോഴും മൂക്കിലും ഇത്തരം സാധനങ്ങൾ ഇടാറുണ്ട്. കളിക്കിടെ ചിലപ്പോഴൊക്കെ കൂടെ കളിക്കുന്നവരുടെ ചെവിയിലും ഇത്തരം കുട്ടികൾ ചെവിയിൽ എന്തെങ്കിലും അന്യവസ്തുക്കൾ എടുത്തിടാറുണ്ട്. ഇങ്ങനെ കുട്ടികൾ ചെവിയിൽ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെന്ന് പേരൻസിൻ്റെ അടുത്ത് വന്നു പറഞ്ഞാൽ എന്താണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്? വളരെ കൂളായിട്ട് ചിരിച്ചുകൊണ്ട് തന്നെ കുട്ടിയോട് സംസാരിക്കുക. അവരെ ചീത്ത വിളിക്കുകയോ ദേഷ്യപ്പെടുകയോ ചെയ്യാതെ വളരെ കാമായിട്ട് ഒരു ടോർച്ച് എടുത്തൊന്ന് അടിച്ചു നോക്കാം. ചെവിയിലേക്ക് നോക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ഈ ഫോറിൻ ബോഡി നമ്മുടെ ശ്രദ്ധയിൽപ്പെടാം. വളരെ പുറമേക്കാണ് ഈ ഫോറിൻ ബോഡി കാണുന്നതെങ്കിൽ ചെവി ഒന്ന് ചെരിച്ചു പിടിച്ച് തലയൊന്ന് കുലുക്കി കൊടുക്കാം. ചെറിയ കുട്ടികളാണെങ്കിൽ അവരുടെ കനാലിൻ്റെ ഡയറക്ഷൻ സ്ട്രെയിറ്റ് ആവാൻ വേണ്ടി നമ്മളൊന്ന് ചെവി പിന്നിലേക്കും താഴോട്ടുമാണ് വലിച്ചു കൊടുക്കേണ്ടത്. ഈ ഒരു ഡയറക്ഷനിൽ വലിച്ചു പിടിച്ച് ഒന്ന് ഇളക്കി കൊടുത്താൽ ചിലപ്പോൾ ഈ ഫോറിൻ ബോഡി പുറത്തേക്ക് തന്നെ വരും. എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇത് എടുക്കാനായിട്ട് വളരെ ഷാർപ്പായിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ്, ട്വീസേഴ്സ്, അതല്ലെങ്കിൽ ഒരു കോട്ടൺ ബഡ്സ് ഇട്ട് അത് ഇങ്ങോട്ട് തോണ്ടിയെടുക്കാൻ ശ്രമിക്കരുത്. ഇങ്ങനെ ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ സംഭവിക്കാറ് ഇത് കൂടുതൽ അകത്തേക്ക് പോവുകയാണ്. അങ്ങനെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ ചെവിയുടെ കർണപടത്തിന് ഇഞ്ചുറി വന്നേക്കാം. അത് കൂടുതൽ വളരെ ടൈറ്റായി പോവുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെയുള്ളത്, ഇങ്ങനെ ഒരു അന്യവസ്തു ചെവിയിൽ പെട്ടാൽ ചെവിയിൽ തുള്ളി മരുന്നോ വെള്ളമോ ഒഴിക്കാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ചില അന്യവസ്തുക്കൾ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ വീർത്തു വരും, പിന്നെ അത് എടുക്കാൻ പ്രയാസമായേക്കാം. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ ചെയ്യരുത്. അപ്പോൾ ചെറിയ കുട്ടി ചെവിയിലൊരു അന്യവസ്തു ഇട്ടിട്ടുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കി അതെടുക്കാൻ കഴിയുന്നത്ര നിങ്ങൾ ശ്രമിച്ചിട്ടും കഴിയുന്നില്ലെങ്കിൽ ഒരുപാട് ഇൻസ്ട്രുമെൻറ്റേഷനും മുതിരാതെ അടുത്തുള്ള ENT ഡോക്ടറെ തന്നെ കാണിക്കണം. നമ്മളിവിടെ പ്രത്യേക ശ്രദ്ധ എടുക്കേണ്ട ഒരു അന്യവസ്തു കളിപ്പാട്ടങ്ങളുടെയൊക്കെ ഇടയിലുള്ള ചെറിയ ബട്ടൺ ബാറ്ററിയാണ്. ഇതിനകത്തുനിന്നുള്ള കെമിക്കൽ റിലീസ് കാരണം ചെറിയ പൊള്ളലുകൾ നേരത്തെ തൊലിയിൽ ഏൽക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ബട്ടൺ ബാറ്ററി ശ്രദ്ധയിൽപ്പെട്ടാൽ എത്രയും വേഗം ഹോസ്പിറ്റലിലെത്തി ഇത് നീക്കം ചെയ്യാൻ ശ്രമിക്കുക. ബഡ്സും ചെവിത്തോണ്ടിയും ഒക്കെ ഇട്ട് ഉപയോഗിച്ച് ഇതെടുക്കാൻ ശ്രമിച്ചാൽ എന്തൊക്കെ കേടുപാടുകൾ സംഭവിക്കാം? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെവിയുടെ പാടയ്ക്ക് വിള്ളലുകൾ ഉണ്ടാവാം. ചെവിയുടെ ചുറ്റുമുള്ള നേർത്ത തൊലിയിൽ കേടുപാടുകൾ വന്ന് ചെവിയിൽ നിന്ന് ബ്ലീഡിംഗ് ഉണ്ടാവാം. ഉള്ളിലേക്ക് കൂടുതൽ ടൈറ്റായിട്ട് ഇത് പോയാൽ കേൾവിക്കുറവും ചെവി അടഞ്ഞ പോലെയുള്ള പ്രശ്നവും കുട്ടി പറയാം. ഒരുപാട് നാൾ ഈ ഫോറിൻ ബോഡി അവിടെ നിന്ന് കഴിഞ്ഞാൽ ചെവിയിൽ ഇൻഫെക്ഷനും ചെവിയിൽ നിന്ന് പഴുപ്പൊലിക്കലും ദുർഗന്ധവും ഒക്കെ കാണാം. അതുകൊണ്ട് ഒരുപാട് താമസിയാതെ ഈ ഫോറിൻ ബോഡി ചെവിയിൽ നിന്ന് എടുക്കുന്നത് തന്നെയാണ് നല്ലത്. ഒരു ENT ഡോക്ടർക്ക് അവരുടെ വൈദഗ്ധ്യം കൊണ്ടും OPയിലുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിച്ച് വളരെ കൃത്യമായിട്ട് കർണപടത്തിനും ചെവിയുടെ ചുറ്റുമുള്ള ഭാഗത്തിനും ഒന്നും ഇഞ്ചുറി ഏൽപ്പിക്കാതെ ഈ ഫോറിൻ ബോഡി വളരെ എളുപ്പത്തിൽ എടുക്കാൻ സാധിക്കും. അതുകൊണ്ട് ചെവിയിൽ കുട്ടികൾ എന്തെങ്കിലും ഒരു അന്യവസ്തു എടുത്ത് ഇട്ടാൽ പാനിക് ആവാതെ, കുട്ടികളെ ശകാരിക്കാതെ വളരെ കാമായി ഇരുത്തി സ്വയം ഒന്ന് ശ്രമിച്ച ശേഷം എടുക്കാൻ കിട്ടുന്നില്ലെങ്കിൽ എത്രയും വേഗം ഒരു ENT ഡോക്ടറെ തന്നെ കാണിക്കുക. ചെവിയിൽ പ്രാണി പോയാൽ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്തുകൂടാ എന്നൊരു വീഡിയോ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചെയ്തിരുന്നു. ആ വീഡിയോയുടെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും ഒന്ന് കാണുക. ചെറിയ കുട്ടികളുള്ള പേരൻസിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റുകൾ രേഖപ്പെടുത്തുകയും ചെയ്യണേ.